ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ 1.5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നെയ്ച്ചോറിന് എപ്പോഴും ജീരകശാല റൈസാണ് നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. ഞാനിവിടെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, തക്കോലം, ജാതിപത്രി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുക്കറിനകത്താണ് ഞാൻ എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കാറ്. അതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. എന്നാൽ കുക്കർ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ആ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ഇത് രണ്ടും നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. സ്പൈസസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് പാക്കറ്റ് ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മുടെ സ്പൈസസ് നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ജീരകശാല റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അരി നമുക്കിങ്ങനെ നല്ല ഉടയാതെ കിട്ടും. കുറച്ച് നേരം ഈ എണ്ണയിലിട്ടിട്ട് നമ്മൾ ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് മുരിയല്ല, എന്നാലും കുറച്ചൊന്ന് റോസ്റ്റായി വരണം. അപ്പോൾ നമുക്കിങ്ങനെ ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അരിക്ക്. ഞാൻ ഈ ഒരു കപ്പിലാണ് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കപ്പിൽ 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അരിയുടെ നേരെ ഇരട്ടി അളവിലാണ് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കേണ്ടത്. സോ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ ഇരട്ടിയായിട്ടാണ്, അത് സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് കുളമായി പോകും. വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അരി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും നെയ്ച്ചോറിലേക്ക് ഉപ്പിടുമ്പോൾ ഉപ്പ് കുറച്ചൊന്ന് കയറി നിൽക്കണം. കാരണം എന്നാലാണ് നമുക്ക് ആ ചോറിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഒരുപാട് ഉപ്പിടരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഉപ്പെന്നുള്ളത്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് തിളക്കും വരെ വെയിറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മൾ വെച്ചപ്പം തന്നെ, വെള്ളം ഒഴിച്ചപ്പം തന്നെ കുക്കർ മൂടരുത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം കുക്കർ നമുക്ക് മൂടി വെക്കാം. നമുക്ക് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. ഒരു വിസിൽ മതി. ഇപ്പം നമ്മുടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. കുക്കർ തുറന്നപ്പോൾ നമ്മുടെ നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെയുള്ള നെയ്ച്ചോറാണ്. ഇനി നമുക്കിത് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി ഈ അരി ഒന്ന് വേർപെടുത്തിയെടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ ചെറിയൊരു പശപ്പുണ്ടാവും. അത് നമ്മൾ കുറച്ച് നേരം വെച്ച് അതിൻ്റെ ആവി ഒന്ന് കളയുമ്പോൾ നമുക്കിങ്ങനെ ചോറ് വിട്ട് കിട്ടും. ഇനി കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ മല്ലിയിലയും പുതിനയിലും യൂസ് ചെയ്യുന്നുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ ആട്ടോ ഞാനിത് കഴിച്ചത്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്